അസ്സലാമു അലൈക്കും. ആദ്യമേ പറയട്ടെ, ഒഫീഷ്യൽ ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ വീഡിയോ ചെയ്യാൻ സമയമുണ്ടായിട്ടല്ല. നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് ജബ്ബാർ മാഷ് അയ്യൂബ് മൗലവി പോലൊരു സംവാദം നടന്നിട്ട് അതിനെക്കുറിച്ച് പറയാതെ പോകുന്നത് ഒട്ടും ശരിയായിരിക്കില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഇത് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നത്. കാരണം ജബ്ബാർ മാഷ് എന്ന ഓഡിയോ കാസറ്റ് ഇനിയും ഇവിടെ ഓടിച്ചതുകൊണ്ട് കാര്യമില്ലെന്ന് ഉറക്കെ പറയേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇവിടെയുള്ള സംഖ്യകളും ക്രിസംഖ്യകളും അടങ്ങുന്ന എക്സ് മുസ്ലിം ഫാൻ ബോയ്സ് അയാളെടുത്ത് ആഘോഷിക്കും. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്, സംവാദം കാണാത്തവർ ആ സംവാദം ഒന്ന് പോയി കാണണമെന്നാണ്. കാരണം ഒരു ആദർശത്തോടുള്ള വിരോധം അല്ലെങ്കിൽ വെറുപ്പ് ഒരു മനുഷ്യനെ എന്തുമാത്രം പരിഹാസ്യനാക്കുമെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആ സംവാദം. ജബ്ബാർ മാഷ് എന്നത് ഒരു യുക്തിവാദി നേതാവ് എന്ന നിലയിൽ നിന്നും വിട്ട് മറ്റെന്തൊക്കെയോ ആയി മാറുന്നത് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഖുർആനിലോ ഇസ്ലാമിലോ ഇല്ലാത്ത ആശയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് അതിനെ ഖണ്ഡിച്ചു കൊണ്ടിരിക്കുന്ന പരിപാടി, അതാണ് ജബ്ബാർ മാഷ് ഈ അടുത്ത കാലത്തായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അയ്യൂബ് മൗലവിയെ പോലൊരു മനുഷ്യനെ, അതായത് തെളിവുകളും യുക്തിയും വെച്ച് മാത്രം സംസാരിക്കുന്ന ഒരു പരമസാധുവായ ഒരാളെ ജബ്ബാർ മാഷെ പോലെ ഒട്ടും വെളിവില്ലാത്ത ഒരാളുടെ അടുത്തേക്ക് വിടുക എന്നതിൽ തന്നെ ഒരു ചേരായ്മയുണ്ട്. കൊച്ചിൻ ഹനീഫയോട് ഏറ്റുമുട്ടാൻ ഇന്ദ്രൻസിനെ വിടുന്നത് പോലെ എന്നൊക്കെ നമുക്ക് തമാശയായിട്ട് പറയാം. ജബ്ബാർ മാഷ് എന്നത് ഒരു ഓഡിയോ കാസറ്റാണ്. 40-40 കൊല്ലമായി അതിവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിരിച്ചും മറിച്ചും ഇട്ടാൽ അതിൽ നിന്ന് ഇനി പുതിയതൊന്നും വരാനില്ല. പുതിയതെന്ന് പറഞ്ഞു വരുന്നതാവട്ടെ പച്ചക്കള്ളങ്ങളും തട്ടിപ്പുകളും മാത്രമാണ്. ഭരണിപ്പാട്ടിന്റെ ബീറ്റ വേർഷനാണ് അയാളുടെ സംസാരം. അങ്ങനെ ഒരാൾ ഖുർആൻ ക്ലാസ് എന്ന പരിപാടി നടത്താൻ അർഹതയുള്ള ഒരാളാണോ എന്നതായിരുന്നു സംവാദ വിഷയം. അതായത് അറബി അറിയാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷയുടെ നട്ടേതാ ബോൾട്ടേതാ എന്നറിയാത്ത ഒരു മനുഷ്യൻ ഭാഷ എന്ന എഞ്ചിനിൽ പണിയാൻ നിൽക്കുന്നത് പോലൊരു ഏർപ്പാട്. എന്നിട്ട് ഒടുക്കും അയാൾ പറയുന്നു എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി എന്ന്. അതാണ് ജബ്ബാർ മാഷ്. ബട്ട് ഒരു കാര്യത്തിൽ നമ്മുടെ മാഷിനെ സമ്മതിക്കണം, മാഷ് ഒരു റെയർ പീസാണ്. നമ്മുടെ മാനേജ്മെന്റ് ഗുരുക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ഈ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ നടത്തുന്നവർ, അവർ മാഷെ റോൾ മോഡലായി അവതരിപ്പിക്കണം. എന്ത് കാര്യത്തിനാണെന്നറിയോ? ഒടുക്കത്തെ കോൺഫിഡൻസിന്റെ കാര്യത്തിൽ. ഭൂലോക തോണയും പൊട്ടത്തെറ്റുമാണ് പറയുന്നതെന്ന ഉത്തമ ബോധ്യം ഉണ്ടായിട്ടും സത്യത്തെക്കാൾ ഉഷാറായി അതിനെ അവതരിപ്പിക്കാൻ കാണിക്കുന്ന മിടുക്കിന് ലെറ്റ്സ് ഗിവ് ഹിം എൻ അപ്ലോസ്. പക്ഷേ ജബ്ബാർ മാഷ് അടുത്തിടെ ആർജിച്ചെടുത്ത ഒരു കഴിവാണ് കേട്ടോ. അക്ബർ സാഹിബുമായുള്ള സംവാദത്തിൽ നിങ്ങൾ ആ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൂച്ച പുഴകിളക്കാൻ പോയ പോലെ നമ്മളില്ലേ എന്ന മട്ടിൽ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? ഈ സംവാദത്തിൽ മൂപ്പരുടെ പ്ലസ് പോയിന്റ് ഇപ്പുറത്ത് അയ്യൂബ് മൗലവി ആണെന്നതാണ്. വായിൽ കയറി ഡാൻസ് കളിച്ചാലും കടിക്കില്ലെന്ന് ഉറപ്പുള്ള അയ്യൂബ് മൗലവിയാണ് ജബ്ബാർ മാഷിന്റെ ബോൾസ്റ്റർ ഓഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഏതായാലും ലെറ്റ്സ് കം ടു ദ പോയിന്റ്. അയ്യൂബ് മൗലവി വിഷയാവതരണത്തിലും തുടർന്നുള്ള ചർച്ചകളിലും വിഷയത്തിൽ നിന്നും തെന്നി മാറാതെ സ്ട്രിക്ട് ടു ദ പോയിന്റ് ആയി നിന്ന് എന്നതിൽ തന്നെ ഈ സംവാദത്തിൽ ആരുടെ പക്ഷമായിരുന്നു ശരിയെന്ന് സത്യാന്വേഷകർക്ക് എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അയ്യൂബ് മൗലവി വളരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു. എന്നാ മാഷിന്റെ കാര്യമാണ് രസകരം. മാഷ് അവിടെ യൂട്യൂബ് ചാനൽ പ്രൊമോഷൻ ആയിരുന്നു. അയ്യൂബ് മൗലവി പറഞ്ഞ ഈ വിഷയം ഞാൻ യൂട്യൂബിൽ മറുപടി പറയാം, എന്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തി പൊട്ടിക്കണം എന്ന സ്റ്റൈൽ പ്രൊമോഷൻ ആയിരുന്നു പുള്ളി ഇവിടെ. എന്താ പറയുന്നേ? ഞാൻ അവിടെ കുറെ ഖുർആൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഒറ്റ മുസ്ലിം പണ്ഡിതനും തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ അതിൽ കുറെ കളവ് പറഞ്ഞിട്ടുണ്ട്. ഏതാ കളവെന്നറിയാൻ നിങ്ങൾ എല്ലാ വീഡിയോയും കണ്ടു നോക്കണം. അതിനുള്ള പണിയാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. സോ യാ യുഹിന്നാസ്, നിങ്ങളൊന്ന് വീഡിയോ കണ്ട് സഹായിക്കണമെന്നാണ് മാഷ് സംവാദത്തിൽ കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞത്. മാഷിന്റെ വീഡിയോയിൽ കളവുണ്ടെന്ന് മാഷ് തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അതിന്റെ കണ്ടന്റിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും നമുക്ക് സംവാദത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. സംവാദം തുടങ്ങിയിട്ട് മറുപടി യൂട്യൂബിൽ പറയാമെന്ന മണ്ടത്തരത്തിനും കൈയടിക്കുന്ന യുക്തിവാദികളെ കുറിച്ചോർത്ത് അഭിമാനം തോന്നുന്നു. ചാൾസ് ശോഭരാജിൽ മാത്രമേ നമ്മൾ ഇത്രയും ധൈര്യം കണ്ടിട്ടുള്ളൂ. ഇനി ജബ്ബാർ മാഷ് സംവാദത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യത്തിലേക്ക് വരാം. അതെന്താണെന്നറിയോ? അറബി അറിയാത്തത് എനിക്ക് മാത്രമല്ലല്ലോ, ജാക്കിർ നായിക്കിനും MM അക്ബറിനൊന്നും അറബി അറിയില്ലല്ലോ. അവർക്കൊക്കെ ഖുർആൻ ക്ലാസ് നടത്താമെങ്കിൽ SSLC അറബി പരീക്ഷയിൽ സെക്കൻഡ് ക്ലാസ് വാങ്ങിയ എനിക്കെന്താ ഖുർആൻ ക്ലാസ് നടത്തിക്കൂടെ എന്നാണ്. മാഷെ, ഖുർആൻ പ്രബോധനം ചെയ്യാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ അഫ്ളൽ ഉലമ കഴിഞ്ഞവർക്കേ പാടുള്ളൂ എന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. അതിന് തഫ്സീറുകളും മറ്റും ധാരാളമുണ്ട്. അതനുസരിച്ച് ക്ലാസ് എടുക്കാം.
ഖുർആനിലെ ഖുർആൻ കൊണ്ടും റസൂലിന്റെ സ്വഹിയായ ഹദീസ് കൊണ്ടുമാണ് വിശദീകരിക്കേണ്ടത് എന്ന പൊതു തത്വം ഈ പറഞ്ഞ ജാക്കിർ നായിക്കും അക്ബർ സാഹിബും എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ ജബ്ബാർ മാഷ് അങ്ങനെയാണോ ഖുർആൻ ക്ലാസ് എടുക്കുന്നത്? വായിക്ക് വന്നത് ജബ്ബാർ മാഷിന് ഓത്ത് എന്ന രൂപത്തിലല്ലേ? പരിഭാഷകളിൽ ഒന്നും കാണാത്ത അർത്ഥമാണ് മാഷിന്റെ വ്യാഖ്യാനം. ലോകത്ത് ഇന്നേ വരെ ആരും പറയാത്ത അർത്ഥം പറയുക, എന്നിട്ട് അതിനെ പരിഹസിക്കുക, അല്ലെ? മാഷ് പറയുന്ന വാദങ്ങളൊക്കെ അങ്ങേരുടെ കുടുംബം പോലും അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. അത്രയും വളഞ്ഞ ബുദ്ധിയിലൂടെയാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അറബി അറിയാത്ത ഒരു മനുഷ്യൻ കിടന്ന് ഓരിയിടുകയാണ്. മുഫസ്സിറുകളൊന്നും കാണാത്ത അർത്ഥങ്ങൾ ഉണ്ടെന്ന് ചാപ്പയടിച്ച് പരിഹസിക്കുകയാണ് ഖുർആനിനെ. തെളിവ് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയതെന്ന് പറയുകയും ചെയ്യുക. അതാണോ ഒരു സത്യാന്വേഷിയുടെ അല്ലെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യന്റെ മറുപടി? ഇതിനിടെ മാഷി മൂപ്പരെ തന്നെ അക്ബർ സാഹിബിനോടും ജാക്കിർ നായിക്കിനൊപ്പവും ഒക്കെ പേര് പറയാൻ പറ്റുന്ന ആളാണ് താനെന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ എന്തൊരു ഞാനാണ് എന്ന തരത്തിലാണ് ആശാന്റെ പറച്ചില്. അവർക്കൊക്കെ ഖുർആൻ ക്ലാസ് എടുക്കാമെങ്കിൽ എനിക്കും എടുക്കാമെന്നൊക്കെ പറയുന്നത് അവരുടെയും എന്റെയും അറിവ് ഒന്നാണെന്ന ഈക്വലൈസേഷൻ ആണ്. ഏയ് അങ്ങനെയുണ്ടല്ലോ, അതൊക്കെ ആയിക്കോളൂ. പക്ഷേ മാഷി ഇമാതിരി ഖുർആൻ ക്ലാസ് എടുക്കുന്നത് നിർത്തണം. കാരണം ഖുർആൻ ക്ലാസ് എടുക്കാൻ അല്പം തിരിച്ചറിവ് കൂടി വേണം. അല്ലാതെ യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്ന ഖുർആൻ വാക്യം വായിച്ചിട്ട് ജനം എന്നത് ഒരു TV ചാനലിന്റെ പേരാണ്, അതുപോലുള്ള കുറെ ചാനലുകൾ ഉണ്ടാകും, എല്ലാത്തിനും ജനം എന്ന പേര് തന്നെയാണ് ഉണ്ടാവുക എന്ന് മുഹമ്മദ് അക്കാലത്ത് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ജനങ്ങളെ എന്ന് വിളിക്കുന്നത്. ചാനലുകളുടെ പേര് പോലും അറിയാത്തൊരു പടച്ചോൻ ആ അള്ളാഹുവിന്റെ ഖുർആൻ അതുകൊണ്ട് തന്നെ പൊട്ടയാണ്. ഇങ്ങനെയല്ലേ മാഷിന്റെ ഖുർആൻ വ്യാഖ്യാനം? ഇത് നടത്താൻ ഏത് ഓട്ടബുദ്ധിക്കു പറ്റും? അതിന് പരിഭാഷയുടെ ആവശ്യമൊന്നുമില്ല. ഇതാണോ യുക്തി? ഇതാണോ ബുദ്ധിയുടെ മാനദണ്ഡം? 14 നൂറ്റാണ്ടായി ഇവിടെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥത്തെ വിമർശിക്കാൻ നിങ്ങൾ കണ്ടിരിക്കുന്ന വഴിയുടെ വഷളത്തരമാണിത്. എത്രത്തോളം വൃത്തികെട്ട ഒരു മനസ്സുമായാണ് നിങ്ങൾ ആ ഗ്രന്ഥത്തെ സമീപിക്കുന്നത്? മാഷ് പറയുന്നത് പോലെയൊക്കെയാണ് ഖുർആൻ എങ്കിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ആളുകൾ മുസ്ലിങ്ങളാകുമായിരുന്നു, അല്ലെ? ഏറ്റവും നല്ല വ്യക്തിയോ ജബ്ബാർ മാഷും. കാരണം ഖുർആന്റെ വൃത്തികേട് മനസ്സിലാക്കിയ ലോകത്തെ ഒരേ ഒരാൾ മാഷാണെന്നല്ലേ മാഷ് പറഞ്ഞു വെക്കുന്നത്. ആ ഖുർആൻ ജീവിച്ച് കാണിച്ചു തന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജബ്ബാറിനേക്കാൾ നല്ല മനുഷ്യനല്ലാതാകുമായിരുന്നു. എന്നാൽ എന്താ വാസ്തവം? ആ മുഹമ്മദ് നബിയെ കുറിച്ച് ശത്രുക്കൾക്ക് പോലും അവിടുത്തെ വ്യക്തി ജീവിതത്തെ കുറിച്ച് പരാതികളില്ലായിരുന്നു, ആക്ഷേപങ്ങളില്ലായിരുന്നു. മാഷ് ഇപ്പൊ നടത്തുന്ന ഖുർആൻ ക്ലാസ് വെറുപ്പിന്റെ ഉൽപ്പന്നമാണ്. കാരണമറിയാത്ത എന്തോ ഒന്ന് നിങ്ങളുടെ ഇടയിൽ കിടന്ന് തിളക്കുന്നുണ്ട്. അത് വെറുപ്പായി വിദ്വേഷമായി പുറത്തു വിടുന്നതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇമാതിരി വ്യാഖ്യാനമല്ല അക്ബർ സാഹിബും ജാക്കിർ നായിക്കും ഒക്കെ നടത്തുന്നത്. പരിഭാഷ വായിച്ചിട്ട് മൂലകൃതിയുടെ ഭാഷയെ വിമർശിക്കുക എന്നത് മണ്ടത്തരമാണ്. ആ തിരിച്ചറിവാണ് മാഷെ നിങ്ങൾക്കില്ലാതെ പോയത്. മാഷിന്റെ ഖുർആൻ ക്ലാസിന്റെ കാവട്യം അയ്യൂബ് മൗലവി തന്നെ സംവാദത്തിൽ തുറന്നു കാണിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരാളെ കൊന്നാൽ പകരം അയാളെ വധിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക വിധി. അതിനെ കൂട്ടിമാറ്റി നിങ്ങൾ അവതരിപ്പിച്ച കള്ളത്തരം അയ്യൂബ് മൗലവി കയ്യോടെ പിടിച്ച് പുറത്തിടുന്നുണ്ട്. ഏതോ ഒരാളെ കൊന്നതിന്റെ പേരിൽ കൊല്ലങ്ങളോളം കൊല്ലും കൊള്ളയും നടത്തിയിരുന്ന ജാഹിലിയ അറബികളുടെ അടുത്ത് അത് പാടില്ലെന്ന് പഠിപ്പിക്കുന്ന അതേ വചനം എടുത്തുകൊണ്ട് തന്നെയാണ് ജബ്ബാർ മാഷിന്റെ വക വ്യാഖ്യാനം പടച്ചുവിട്ടിരിക്കുന്നത്. ഒരാളെ കൊന്നാൽ ആരെങ്കിലും കൊന്നാൽ മതി എന്ന ജാഹിലിയ നരേഷൻ. ഇതാണ് മാഷെ നിങ്ങളുടെ ഖുർആൻ ക്ലാസിന്റെ സാമ്പിൾ. ചൈനീസ് ഭാഷയിലുള്ള വിമാനത്തിന്റെ യൂസർ മാനുവൽ വെച്ച് കപ്പലോടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ക്ലാസ് എടുക്കുക. അതുപോലെയാണ് മാഷിന്റെ ഖുർആൻ ക്ലാസ്സിനെ മിനിമം ലെവലിൽ ഡിനോമിനേറ്റ് ചെയ്യാൻ കഴിയുക. ഇതിനാണ് ചങ്ങായിമാരെ അവിടെ ഇരുന്ന ജബ്ര കുഞ്ഞുങ്ങൾ കൈയടിച്ചത്. ഇമാതിരി വഷളത്തരത്തിനാണ് കോളാമികൾ മലർന്നു കിടന്ന് തുപ്പിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അറബി അറിയാത്തവർക്ക് പോലും കിടന്നു ചിരിക്കാൻ വകുപ്പുള്ള എത്ര പൊട്ടത്തരങ്ങളാണ് മാഷ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ സാധിക്കുന്നിട എന്ന് ചോദിപ്പിക്കുന്ന തരത്തിലുള്ള കോമാളിത്തരങ്ങൾ. മുസ്ലിങ്ങളുടെ ഗോത്ര ദൈവമാണ് അള്ളാഹു എന്ന പഴകിപ്പൊളിച്ച ആരോപണം മാഷ് ഈ സംവാദത്തിൽ ഉന്നയിക്കുന്നുണ്ട്. മാഷിന്റെ ഇന്റലിജൻസും ഡൈവേർജൻസും ഒക്കെ സിസ്റ്റം ഡാമേജ് ആണെന്നെങ്കിലും വെക്കാം. പക്ഷേ ബുദ്ധിയുള്ള ഒരുത്തനുമില്ലടാ നിങ്ങളുടെ കൂട്ടത്തിൽ എന്ന് ചോദിച്ചു പോവുകയാണ്. ഓൺലൈനിൽ കയറിയാൽ ഫ്രീ ആയി കിട്ടും അറബിക് ബൈബിളുകൾ. അതിൽ പിതാവിനെ അല്ലെങ്കിൽ യഹോവയെ കുറിക്കാൻ ഉപയോഗിക്കുന്ന പദം എന്താണെന്നെങ്കിലും നോക്കിയാൽ പോരെ.
നൂറുകണക്കിന് സ്ഥലങ്ങളിലുണ്ട് അള്ളാഹു എന്നത്. ക്രിസംഗികൾക്കെങ്കിലും മാഷോടൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? നിങ്ങൾ ഇസ്ലാമിനെ കുറ്റം പറയുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് മാഷിനെ ജൈവിടിക്കുമ്പോ ഇങ്ങനെയുള്ള നോൺസെൻസ് പറയാതിരിക്കാനെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? അല്ലെങ്കിലും മൂപ്പർക്കഥ അറിയാഞ്ഞിട്ടില്ലല്ലോ. ആ കാസറ്റിൽ നിന്നും വേറൊന്ന് പ്രതീക്ഷിക്കുന്ന നമ്മളെയാണ് സത്യത്തിൽ കുറ്റം പറയേണ്ടത്. ഒരു കാര്യത്തിൽ സമാധാനിക്കാം, ആയിഷ കല്യാണത്തിന്റെ ട്രാക്ക് മാത്രം അവിടം വരെ അങ്ങോട്ട് എത്തിയില്ല. അതൊരു പോരായ്മ തന്നെയാണ്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട മാഷേ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് സാഹിത്യത്തെ കുറിച്ചാണ്. ഖുർആൻ ഒരു സാഹിത്യ കൃതിയായതാണ് ജബ്ബാർ മാഷിന്റെ വലിയ കൺസേൺ. പഴയൊരു ചട്ടമ്പിയുടെ കഥയാണ് ഓർമ്മ വരുന്നത്. ചട്ടമ്പി സുഹൃത്തിനോട് ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ഞാൻ കുട്ടിയായിരുന്ന കാലത്തും ഇപ്പോഴും ഒരേ ആരോഗ്യമാണെന്ന്. സുഹൃത്ത് ചോദിച്ചു, അതെങ്ങനെയാ മനസ്സിലായേ? അപ്പൊ ചട്ടമ്പി പറയുന്നുണ്ട്, ദാ ആ കാണുന്ന വലിയ പാറക്കല്ലില്ലേ, അതെനിക്ക് കൊച്ചുനാളിലും പൊക്കാൻ പറ്റിയിട്ടില്ല, ഇപ്പോഴും പറ്റില്ല. ഈ കഥയിലെ ചട്ടമ്പിയെ പോലെയാണ് നമ്മുടെ ജബ്ബാർ മാഷ്. ജബ്ബാർ മാഷിന് മനസ്സിലാകാത്തതൊക്കെ മാഷിന്റെ മേന്മയും ഖുർആനിന്റെ പോരായ്മയായും അവതരിപ്പിക്കുക. ഇക്കാര്യത്തിൽ മാഷോടൊരു സിമ്പിൾ കാര്യം മാത്രം പറഞ്ഞു വെക്കാം. സാഹിത്യം മനസ്സിലാവണമെങ്കിൽ അതിന് സർഗവാസന വേണം, ആസ്വാദന സിദ്ധി വേണം. അതില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അത് വെറും ലെറ്റേഴ്സ് മാത്രമാണ്. എന്നാൽ അവിടെയും ഖുർആൻ വേറിട്ട് നിൽക്കുന്നുണ്ട്. സാഹിത്യപരമായി യാതൊരു ശേഷിയും ഇല്ലാത്തവർക്കും ഖുർആൻ വായിക്കാനും അത് മനസ്സിലാക്കാനും സാധിക്കും. അവിടെ അതിന്റെ ഭാഷയോ സാഹിത്യമോ തടസ്സമാവുന്നില്ല. അതോടൊപ്പം ഖുർആൻ ഒരു അതുല്യമായ സാഹിത്യകൃതി കൂടിയാണ്. എന്താ അതുല്യമായ സാഹിത്യകൃതി എന്ന് പറയുന്നത്? കേൾക്കുന്നവന്റെ ബുദ്ധിക്ക് മനസ്സിലാവണം, ഒപ്പം അവന്റെ മനസ്സിന് സമാധാനം ലഭിക്കണം, അവന്റെ ഹൃദയത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കണം. ഇത് മൂന്നും കൃത്യമായി ചെയ്യുന്നുണ്ട് ഖുർആൻ. ലോകത്ത് ഇന്നോളം ഇറങ്ങിയിട്ടുള്ള ക്ലാസിക്കുകൾ എടുത്ത് പരിശോധിച്ചു നോക്കിക്കോ. എല്ലാ ദിവസവും വായിക്കാൻ പ്രചോദനം നൽകുന്ന ഏത് ക്ലാസിക് ഗ്രന്ഥമാണ് മാഷിന് ചൂണ്ടിക്കാണിക്കാനുള്ളത്? അറേബ്യയിലെ എഴുത്തും വായനയും അറിയാത്ത മാഷിന്റെ അഭിപ്രായത്തിൽ മക്കയുടെ ഭരണം പിടിച്ചടക്കണമെന്ന് ആഗ്രഹിച്ച് നടന്ന ഒരു യുവാവ് ഒരു സുപ്രഭാതത്തിൽ പുലമ്പിയ വാക്കുകൾക്ക് മുമ്പിൽ അറബി സാഹിത്യത്തിലെ കുലപതികളായ തമ്പുരാക്കൾക്ക് മുട്ടിടിച്ചു എന്ന് പറയുന്നതിനേക്കാളും വലിയ പൊട്ടത്തരം വേറെ എന്താണുള്ളത്? ഒരു സ്ഥലത്ത് പറയുക ഖുർആനിൽ ഒരു സാഹിത്യവുമില്ല, ഒരു മണ്ണാങ്കട്ടിയുമില്ലെന്ന്. അതേ വേദിയിൽ വെച്ച് തന്നെ അല്പസമയം കഴിഞ്ഞ് മാറ്റി പറയുക അള്ളാഹുവിന് ഒരു യൂസർ മാനുവൽ കൊടുത്തു വിട്ടാൽ പോരായിരുന്നോ? എന്തിനാ അതിൽ സാഹിത്യമെന്ന്? ഇത് രണ്ടും സംഭവിച്ചത് മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ്. കേവലം ഒരു യൂസർ മാനുവൽ ആണോ മാഷ് ഉദ്ദേശിക്കുന്നത്? തേനീച്ചക്ക് ഉത്ബോധനം നൽകിയ പടച്ചോനെ ഓരോ മനുഷ്യനും ഓരോ മാനുവലും വെച്ച് ഇങ്ങോട്ട് അയച്ചുകൂടായിരുന്നോ എന്നൊക്കെയാണ് മാഷിന്റെ $1 ബില്യൺ ചോദ്യം. ഇനി സപ്പോസ് മാഷ് പറയുന്നത് പോലെ യാതൊരു സാഹിത്യ ഭംഗിയും ഇല്ലാത്ത നമ്മുടെ നാട്ടിലെ ആധാരം പോലൊരു സംഗതിയാണ് പടച്ചോൻ ഖുർആൻ എന്നും പറഞ്ഞ് അയച്ചേക്കുന്നത് കരുതുക. അപ്പോഴും ജബ്ബാർ മാഷ് വിടുവോ? ഇല്ല. എന്ത് സാധനം? പടച്ചോൻ ഇതിൽ കുറച്ച് സാഹിത്യം ചേർത്തുകൂടായിരുന്നോ എന്നാവും അന്നേരം പറയുക. കാര്യം ജബ്ബാർ മാഷിന്റെ വിഷയം സാഹിത്യമോ ഭാഷയോ ഒന്നുമല്ല, വെറുപ്പാണ്. നാട്ടുപുറത്തെ ഇഷ്ടമില്ലാത്ത ചിലതരം അമ്മായിയമ്മമാരെ നമ്മൾ കാണാറുണ്ട്. മരുമക്കൾ എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുന്ന ടൈപ്പ്. ചായ ഉണ്ടാക്കി കൊടുത്താൽ ചോദിക്കും, നിന്നോട് എനിക്ക് ചായ തരാൻ പറഞ്ഞു എന്ന്. എന്നാ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലോ, ഒരു ഗ്ലാസ് ചായ തരാൻ പോലും നിനക്ക് കയ്യിലടി എന്ന്. ഈ മാതിരി അമ്മായിയമ്മമാരുടെ പ്രോ വേർഷൻ മാത്രമാണ് ജബ്ബാർ മാഷ്. മാഷിന് ഖുർആനിനോടും ഇസ്ലാമിനോടുമൊക്കെ അങ്ങേയറ്റത്തെ വെറുപ്പാണ്. അത് പ്രസരിപ്പിക്കാൻ കണ്ടെത്തുന്ന കാരണങ്ങളാണ് ഈ കാണുന്ന കസർത്തൊക്കെ. മാഷ് മുഹമ്മദ് നബിയെയും അള്ളാഹുവിനെയും പൊട്ടനെന്നും മണ്ടനെന്നും വിളിക്കുന്നതൊക്കെയും പക്ഷേ മാഷ് ചെന്ന് വീഴുന്നത് നിങ്ങളുടെ മുഖത്തേക്ക് തന്നെയാണ്. ആയിരക്കണക്കിന് ഫറോവമാർ ഈ ആദർശത്തെ കടമുഴക്കി എറിയാൻ വന്നിട്ടുണ്ട്. 10,000-കണക്കിന് അബൂജഹലുമാർ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരൊന്നും ഇവിടെ ഒന്നും ബാക്കി വെച്ചിട്ടില്ല. അവരൊക്കെയും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് കിടന്നുറങ്ങേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ ഖുർആൻ ഇപ്പോഴും അജയ്യമായി നിൽക്കുന്നു. എത്രയെത്ര ജബ്ബാറുമാർ, രവിമാർ, എമുക്കൾ എല്ലാവരും വരി വരിയായി നിന്ന് പോരാടിയാലും ഖുർആനിലെ ഒരക്ഷരത്തിന് പോലും ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയില്ല. ആ വസ്തുത മാഷ് ഇനിയെങ്കിലും മനസ്സിലാക്കണം. എപ്പോഴും പറയാറുള്ളത് പോലെ ലോകത്തുള്ള ഏതെങ്കിലും ഒരു ഓട്ടോക്രാറ്റ് ഭൂമിയിലുള്ള മുഴുവൻ ഖുർആൻ കോപ്പികളും നശിപ്പിച്ചാലും നിമിഷങ്ങൾ കൊണ്ട് അത് പുനഃസൃഷ്ടിക്കാൻ ഒരു കുത്തിനും കൊമക്കും പോലും മാറ്റമില്ലാതെ അത് ഉണ്ടാക്കാൻ മനുഷ്യരുള്ളിടത്തോളം കാലം ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് കഴിയും. എന്നാ മാഷോ,
യൂട്യൂബ് വിചാരിച്ച തീരാവുന്ന വിഡിയെ ഇന്ന് മാഷിന്റെ അടുത്തുള്ളൂ. അല്ലെ മാഷിന് മാത്രമല്ല, യൂട്യൂബിൽ ആറാടുന്ന സകല യുക്തിവാദികൾക്കുമുള്ളൂ. സംഘികൾ ഈ വീടിന്റെ ഐശ്വര്യം എന്ന ബോർഡ് വെക്കാത്ത എത്ര നാസ്തിക യൂട്യൂബർമാരുണ്ട് ഇന്ന് കേരളത്തിൽ. മൈത്രേയനോ വൈശാഖൻ തമ്പിയോ പോലുള്ള ചുരുക്കം ചിലർ കാണും അല്ലെ. യൂട്യൂബ് പൊട്ടിപ്പോയാൽ നാസ്തികത മരിച്ചു വീഴുന്ന തറവാട്ടിലെ കാർണോരാണ് ജബ്ബാർ മാഷെ നിങ്ങളിപ്പോ അല്ലെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മാഷിന്റെ സംവാദ നുണകളും മണ്ടത്തരങ്ങളും ഇനിയും ഏറെ പറയാനുണ്ട്. ഇസ്ലാമിൽ വിഗ്രഹാരാധന ഉണ്ടെന്നതുപോലുള്ള വയറിളക്കം എടുക്കുന്ന തരത്തിലുള്ള ആശയങ്ങൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയി ചെയ്യാം. കഴിഞ്ഞ സംവാദത്തിൽ അക്ബർ സാഹിബ് ഓതിയ സൂറത്തു നൂറിലെ വചനം ഓർമ്മയില്ലേ മാഷിന്? നാസ്തികർ അതെങ്ങനെ മറക്കും ആ ആഴക്കടൽ അല്ലെ. ആ വചനങ്ങളിൽ ആഴക്കടലിന്റെ ഇരുട്ടിനെ പറ്റി പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നുണ്ട്, വമല്ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. അള്ളാഹു ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അവന് യാതൊരു പ്രകാശവുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ കഴിയൂ. ഹിദായത്ത് അവനവനും പടച്ചവനും കൂടി തീരുമാനിക്കുന്നതല്ലേ. മാഷിനും കൂട്ടർക്കും അള്ളാഹു നല്ല ബുദ്ധി നൽകട്ടെ. മാഅസ്സലാം. അസ്സലാമു അലൈക്കും.